നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ മുറിയിലെ വെളിച്ചത്തിലാണോ അതോ ഇരുട്ടിലാണോ? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ മുറിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുട്ട് അല്പം കൂടുതൽ കടുപ്പമുള്ളതായി തോന്നുന്നുണ്ടോ? നിങ്ങൾ തനിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ആചാര്യ ചാണക്യൻ തന്റെ അതീവ രഹസ്യമായ തന്ത്രങ്ങളിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദൃശ്യാനാം ഭയം തീവ്രം. നമ്മൾ കാണുന്ന ലോകത്തിന് തൊട്ടുപിന്നിലായി മറ്റൊരു ലോകമുണ്ട്. നെഗറ്റീവ് ഊർജങ്ങളുടെ ലോകം. ചില വീടുകളിൽ കയറുമ്പോൾ മാത്രം നമുക്ക് ശ്വാസം മുട്ടുന്നത് എന്തുകൊണ്ടാണ്? ചില മുറികളിൽ കയറുമ്പോൾ മാത്രം അകാരണമായി പേടി തോന്നുന്നത് എന്തുകൊണ്ട്? അത് വെറും തോന്നലല്ല. നിങ്ങളുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ മൃതമായ ഊർജം ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഈ കുറച്ചു മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറിയാതെ കുടിയിരിക്കുന്ന ആ അദൃശ്യ ശക്തിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 5 മരണതുല്യമായ ലക്ഷണങ്ങൾ ഇന്ന് ഞാൻ വെളിപ്പെടുത്തും. ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു അപകടത്തിലാണ്. ഇതൊരു മുന്നറിയിപ്പാണ്, ഭീരുക്കൾക്കുള്ളതല്ല. ഈ വീഡിയോ ചാണക്യൻ പഠിപ്പിച്ച ആ 3 പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉറക്കത്തെയും സന്തോഷത്തെയും മാത്രമല്ല, നിങ്ങളുടെ ആയുസ്സിനെ പോലും കാർന്നു തിന്നും. നിങ്ങളുടെ മനസ്സിന് ശക്തിയുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ തുടരുക. ഇതുപോലുള്ള ഇരുണ്ട ചാണക്യ രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം, ഇപ്പോൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ആ ഇരുട്ടിനെ നേരിട്ട് തുടങ്ങാം. ലക്ഷണം 1. അകാരണമായ ദുർഗന്ധം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും അകാരണമായി ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആ മുറിയിൽ ചീഞ്ഞഴുകിയ എന്തോ ഒന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ മണം എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മുറിയുടെ ഓരോ മൂലയും അരിച്ചു പെറുക്കും, പക്ഷെ അവിടെ ഒന്നും കാണില്ല. സൂക്ഷിക്കുക, ഇത് വെറുമൊരു മണമല്ല. ആചാര്യ ചാണക്യൻ ഇതിനെ വിളിച്ചത് പ്രേതവായു എന്നാണ്. ഇതിനർത്ഥം നമ്മൾ കാണുന്ന ലോകത്തിനും അപ്പുറത്തുള്ള അധോലോകത്തിലെ അതീവ അപകടകാരികളായ നിഗൂഢ ശക്തികൾ നിങ്ങളുടെ വീട്ടിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു എന്നാണ്. ചാണക്യൻ തന്റെ രഹസ്യ ഗ്രന്ഥങ്ങളിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതൊരു സ്ഥാനത്താണോ മൃതദേഹത്തിന്റെയോ ചീഞ്ഞഴുകിയ മാംസത്തിന്റെയോ ഗന്ധം അകാരണമായി വരുന്നത്, അവിടെ മരണത്തിന്റെ മാലാഖമാർ കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊരു വാണിംഗ് സൈനാണ്. ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീടിന്റെ ഊർജത്തെ കാർന്നുതിന്നു തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും ഇത് പഴയ പൂക്കൾ വാടിയ മണമോ കരിഞ്ഞ എന്തിന്റെയെങ്കിലും ഗന്ധമോ ആകാം. ഈ മണം വരികയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ അദൃശ്യ രൂപം നിങ്ങളെ കടന്നുപോയി എന്നാണ് അർത്ഥം. അത് നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അർദ്ധരാത്രിയിൽ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. മുറിയിലാകെ ചീഞ്ഞഴുകിയ എന്തോ ഒന്നിന്റെ ഗന്ധം നിറഞ്ഞിരിക്കുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ ലൈറ്റ് ഇടുമ്പോൾ മണം പെട്ടെന്ന് മായുന്നു. ചാണക്യൻ പറയുന്നു, ഇരുട്ടിനെ സ്നേഹിക്കുന്ന ആ ശക്തികൾ വെളിച്ചം കാണുമ്പോൾ മറയുമെങ്കിലും നിങ്ങളുടെ ശ്വാസത്തിലൂടെ അവ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇത് നിങ്ങളുടെ ബുദ്ധിയെ നശിപ്പിക്കും, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കും, നിങ്ങളെ മാനസികമായി തളർത്തും. സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും വിചിത്രമായ എന്തെങ്കിലും ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? അല്പം മുൻപ് വരെ ഇല്ലാതിരുന്ന ഒരു മണം പെട്ടെന്ന് നിങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഭയപ്പെടുക തന്നെ വേണം. കാരണം നിങ്ങൾ അതിനെ കാണുന്നില്ലെങ്കിലും അത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീടിന്റെ മൂലകളിൽ, അലമാരയുടെ പുറകിൽ, കട്ടിലിനടിയിൽ എവിടെയോ ഒന്ന് നിങ്ങളെ കാത്തു നിൽക്കുന്നു. അതിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ അത് പുറത്തുവിടുന്ന ഒരേയൊരു സൂചനയാണ് ഈ ഗന്ധം. ചാണക്യൻ പറയുന്നു, ഈ ഗന്ധത്തെ അവഗണിക്കുന്നവൻ തന്റെ നാശത്തെ ക്ഷണിച്ചു വരുത്തുന്നു. സൂക്ഷിക്കുക. അടുത്ത തവണ ആ മണം വരുമ്പോൾ ഓടിപ്പോകാൻ നോക്കരുത്. കാരണം അത് ഇതിനോടകം നിങ്ങളുടെ വീട്ടിൽ മുറി വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു. ലക്ഷണം 2. വളർത്തുമൃഗങ്ങളുടെ വിചിത്രമായ പെരുമാറ്റം. മനുഷ്യനേക്കാൾ 6 ഇരട്ടി കേൾവിശക്തിയും കാണാപ്പുറങ്ങൾ കാണാനുള്ള കഴിവും മൃഗങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആചാര്യ ചാണക്യൻ തന്റെ ഗൂഢതന്ത്രങ്ങളിൽ പറയുന്നു, മൃഗാനാം ഭാഷണം സത്യം. അതായത് അദൃശ്യമായ അപകടങ്ങളെക്കുറിച്ച് ആദ്യം മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങളുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട നായയോ പൂച്ചയോ അർദ്ധരാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാറുണ്ടോ? ആരുമില്ലാത്ത ഇരുണ്ട ഇടങ്ങളിലേക്ക് നോക്കി അവ നിർത്താതെ കുരയ്ക്കാറുണ്ടോ? സൂക്ഷിക്കുക. നിങ്ങൾ കാണാത്ത ഒന്നല്ല അവിടെയുള്ളത്, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ്. മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് തരംഗങ്ങളും പ്രപഞ്ചത്തിലെ ഏറ്റവും താഴ്ന്ന ഊർജങ്ങളും മൃഗങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾ ഭയന്ന് വിറയ്ക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ തൊട്ടുമുന്നിൽ, അതെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു ഭീകരരൂപം നിൽക്കുന്നുണ്ടെന്നാണ്. പുരാതന കാലത്ത് ചാണക്യൻ തന്റെ ചാരന്മാരോട് ഒരു കാര്യം ഉപദേശിക്കുമായിരുന്നു. ഒരു ശത്രുവിന്റെ കോട്ടയിൽ കടക്കുന്നതിന് മുൻപ് അവിടുത്തെ മൃഗങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുക. മൃഗങ്ങൾ അകാരണമായി അസ്വസ്ഥരാണെങ്കിൽ ആ സ്ഥലം ശപിക്കപ്പെട്ടതാണ്. നെഗറ്റീവ് എനർജി ഒരു വീട്ടിൽ കൂടുകൂട്ടുമ്പോൾ ആദ്യം ആ വീട്ടിലെ ജീവികളുടെ പെരുമാറ്റം മാറും. പൂച്ചകൾ വീട്ടിൽ നിന്ന് ഓടിപ്പോകുകയോ പശുക്കൾ പാൽ തരാതിരിക്കുകയോ ചെയ്യുന്നത് വെറുതെയല്ല. ചാണക്യൻ പറയുന്നു, നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യുന്നത് മൃഗങ്ങളുടെ ആയുസ്സിനെ ബാധിക്കും.
ആ അദൃശ്യ സാന്നിധ്യം നിങ്ങളെക്കാൾ മുൻപ് നിങ്ങളുടെ വളർത്തുമൃഗത്തെ ആക്രമിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന മുറിയിലെ നിങ്ങളുടെ വളർത്തുമൃഗം എങ്ങോട്ടാണ് നോക്കുന്നത്? അത് ശൂന്യതയിലേക്ക് നോക്കി മുരളുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, ആ അദൃശ്യരൂപം നിങ്ങളെ തൊട്ടുതൊട്ടില്ല എന്ന നിലയിൽ നിൽക്കുകയാണ്. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. മൃഗങ്ങൾ ഭയന്നോടുന്ന വീടുകളിൽ മരണം ദൂരെയാകില്ല. പലപ്പോഴും രാത്രിയിൽ നിങ്ങളുടെ നായയുടെ കരച്ചിൽ കേട്ട് നിങ്ങൾ അവയെ ശകാരിക്കാറില്ലേ? വേണ്ട. ആ നിമിഷം അവ നിങ്ങളോട് പറയുന്നത് അവിടുന്ന് ഓടിപ്പോകാനാണ്. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ മറ്റൊരു ലോകത്തെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ആ അദൃശ്യ ശക്തി നിങ്ങളെ നോക്കിച്ചിരിക്കുകയാണ്. സൂക്ഷിക്കുക. ലക്ഷണം 3. താപനിലയിലെ പെട്ടെന്നുള്ള മാറ്റം. നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉഷ്ണമുള്ള ഒരു രാത്രിയിൽ നിങ്ങളുടെ മുറിയിലെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം പെട്ടെന്ന് മരവിക്കുന്ന തണുപ്പ്. ജനലുകളെല്ലാം അടച്ചിരിക്കുകയാണ്, ഫാൻ ഓഫ് ആണ്. എന്നിട്ടും നിങ്ങളുടെ ശരീരത്തിലൂടെ ഒരു മഞ്ഞുപാളി കടന്നുപോയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ ഇതിനെ ശീതസ്പർശം എന്നാണ് വിളിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ, ഒരു നെഗറ്റീവ് ഊർജം അഥവാ ഒരു അദൃശ്യരൂപം പ്രകടമാകാൻ ശ്രമിക്കുമ്പോൾ അത് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ താപോർജത്തെ അതിവേഗം വലിച്ചെടുക്കുന്നു. ഫലം ആ ഭാഗത്ത് മാത്രം താപനില പെട്ടെന്ന് താഴുന്നു. നിങ്ങളുടെ കൈകളിലെ രോമങ്ങൾ അകാരണമായി എഴുന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴുത്തിന് പിന്നിൽ ആരോ ഐസ് കഷ്ണം വെച്ചതുപോലെ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ആ അദൃശ്യരൂപം നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞു. അത് നിങ്ങളുടെ ശരീരത്തിലെ ജീവലൂർജത്തെ ആഗിരണം ചെയ്യുകയാണ്. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. അകാരണമായ തണുപ്പ് അനുഭവപ്പെടുന്ന മുറിയിൽ ഉറങ്ങരുത്. കാരണം ഉറക്കത്തിൽ നിങ്ങളുടെ ആത്മാവിനെ പോലും തളർത്താൻ ആ ശക്തിക്ക് കഴിയും. ലക്ഷണം 4. രാത്രിയിലെ നിഗൂഢ ശബ്ദങ്ങൾ. അർദ്ധരാത്രി 3 മണി. ലോകം മുഴുവൻ ഉറങ്ങുകയാണ്. പെട്ടെന്നാണ് മുകളിലെ മുറിയിൽ നിന്ന് ആരോ നടക്കുന്നത് പോലെ നിങ്ങൾ കേൾക്കുന്നത്. ഭാരമുള്ള ഒരു ചങ്ങലയോ കസേരയോ വലിച്ചിഴയ്ക്കുന്നത് പോലെ. നിങ്ങൾ മുകളിൽ ചെന്ന് നോക്കുന്നു, പക്ഷെ അവിടെ ആരുമില്ല. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിന്റെ നിഗൂഢമായ ഭാഗങ്ങളിൽ ഇതിനെ അദൃശ്യ താഡനം എന്ന് വിശേഷിപ്പിക്കുന്നു. നെഗറ്റീവ് ഊർജങ്ങൾ ഭൗതിക ലോകവുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന വഴിയാണിത്. നിങ്ങളുടെ അടുക്കളയിൽ പാത്രങ്ങൾ താനേ വീഴുന്നതും പൂട്ടിയ വാതിലുകൾ തനിയെ തുറക്കുന്നതും വെറും തോന്നലുകളല്ല. നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാണ് ഇവയുടെ ഭക്ഷണം. നിങ്ങൾ എത്രത്തോളം പേടിക്കുന്നുവോ അത്രത്തോളം ഈ ശബ്ദങ്ങൾ ഉച്ചത്തിലാകും. ചാണക്യൻ പറയുന്നു, ഇരുട്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങളെ ഭയന്ന് ഓടരുത്, പക്ഷെ അവരോട് സംസാരിക്കാനും നിൽക്കരുത്. ആ ശബ്ദം നിങ്ങളുടെ പേര് വിളിക്കുകയാണെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കാരണം ആ ശബ്ദത്തിനുടമയല്ല, നിങ്ങളെയാണ് അതിനാവശ്യം. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ശബ്ദം നിങ്ങളുടെ വീട്ടിലെ ഫാനിന്റേതാണോ? അതോ ആരെങ്കിലും നിങ്ങളുടെ പേര് പതുക്കെ മന്ത്രിക്കുകയാണോ? ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ചാണക്യൻ പഠിപ്പിക്കുന്നു, ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്. നിങ്ങളുടെ വീട് നിങ്ങളുടെ കോട്ടയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കോട്ടയ്ക്കുള്ളിൽ ഒരു തുരങ്കമുണ്ടാക്കാൻ നെഗറ്റീവ് ശക്തികൾക്ക് എളുപ്പമാണ്. ലക്ഷണം 5. അകാരണമായ കലഹങ്ങളും രോഗങ്ങളും. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം മുൻപ് വരെ ചിരിച്ചും കളിച്ചും ഇരുന്നവർ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറുന്നു. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു. ആചാര്യ ചാണക്യൻ ഇതിനെ അലക്ഷ്മി പ്രവേശം എന്നാണ് വിളിക്കുന്നത്. നെഗറ്റീവ് എനർജി നിങ്ങളുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ തങ്ങി നിൽക്കുമ്പോൾ അത് ആദ്യം ആക്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്. നിങ്ങൾ പുറത്തു പോകുമ്പോൾ ശാന്തനാണ്, എന്നാൽ വീട്ടിൽ കാലുകുത്തുമ്പോൾ തന്നെ അകാരണമായ ദേഷ്യവും തലവേദനയും നിങ്ങളെ വിഴുങ്ങുന്നുണ്ടോ? ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ആ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ കുടുംബത്തിലെ സ്നേഹത്തെ കാർന്നു തിന്നുകയാണ്. വീട്ടിലെ ഐശ്വര്യമായ തുളസി ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ടോ? വിളക്ക് തെളിക്കുമ്പോൾ അത് പെട്ടെന്ന് അണയുന്നുണ്ടോ? സൂക്ഷിക്കുക. മരുന്നുകൾ കൊണ്ട് മാറാത്ത രോഗങ്ങൾ വീട്ടിലുള്ളവരെ പിടികൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് ഒരു എനർജി വാമ്പയറായി മാറിക്കഴിഞ്ഞു. അത് നിങ്ങളുടെ സന്തോഷത്തെയും ആയുസിനെയും വലിച്ചെടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 ലക്ഷണങ്ങൾ, ദുർഗന്ധം, മൃഗങ്ങളുടെ കരച്ചിൽ, അകാരണമായ തണുപ്പ്, നിഗൂഢ ശബ്ദങ്ങൾ, കലഹങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇതൊരു വെറും കഥയല്ല. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായേക്കാം. രാത്രിയിൽ നിങ്ങൾ കേട്ട ആ ശബ്ദം എന്തായിരുന്നു? നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾ എങ്ങോട്ടാണ് നോക്കിക്കുരച്ചത്? വീട്ടിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെടാറുണ്ടോ? നിങ്ങളുടെ ഭയത്തെ ഉള്ളിൽ ഒളിപ്പിക്കരുത്. അത് പുറത്തു പറയുന്നത് നിങ്ങളുടെ മനസ്സിന് കരുത്ത് നൽകും. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവം രേഖപ്പെടുത്തുക. നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഓരോ അനുഭവത്തിനും ചാണക്യ നീതിയിലൂടെയുള്ള പ്രതിവിധി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ തനിച്ചല്ല. ഭയപ്പെടരുത്, പക്ഷെ ജാഗ്രത വേണം. നിങ്ങളുടെ കമന്റുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. പരിഹാരം 1. കല്ലുപ്പ് തന്ത്രം. നെഗറ്റീവ് എനർജിയെ തുരത്താൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും ലളിതവും എന്നാൽ അതിശക്തവുമായ വിദ്യയാണിത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഉപ്പിന് അന്തരീക്ഷത്തിലെ വൈദ്യുതകാന്തിക തരംഗങ്ങളെയും ഈർപ്പത്തെയും ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ചാണക്യൻ ഇതിനെ ലവണശുദ്ധി എന്ന് വിളിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് പാത്രത്തിൽ പകുതി വെള്ളമെടുത്ത് അതിലൊരു PT കല്ലുപ്പിടുക. ഇത് നിങ്ങളുടെ കട്ടിലിന് താഴെയോ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും ഇരുണ്ട മൂലയിലോ വെക്കുക.
പിറ്റേന്ന് രാവിലെ ആ വെള്ളത്തിന്റെ നിറം മാറിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ കുമിളകൾ വന്നിട്ടുണ്ടെങ്കിലോ ഉറപ്പിക്കുക നിങ്ങളുടെ വീട്ടിലെ കറുത്ത ഊർജത്തെ ആ ഉപ്പ് വലിച്ചെടുത്തു കഴിഞ്ഞു. ആ വെള്ളം വീടിന് പുറത്ത് ഒഴുക്കിക്കളയുക. ഇത് തുടർച്ചയായി 7 ദിവസങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം ഭാരമില്ലാത്തതായി മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. പരിഹാരം 2. അഗ്നി ശുദ്ധീകരണ വിദ്യ. അഗ്നിക്ക് അശുദ്ധിയെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. അഗ്നി സർവശുചീകരണ. വീട്ടിലെ നെഗറ്റിവിറ്റി മാറ്റാൻ പുകയ്ക്കൽ ഒരു മികച്ച മാർഗമാണ്. കൂട്ട് തയ്യാറാക്കേണ്ട വിധം: കടുക്, വേപ്പില, കരിഞ്ചീരകം, കുന്തിരിക്കം എന്നിവ ചേർത്ത് കനലിൽ ഇട്ട് പുകയ്ക്കുക. സന്ധ്യാസമയത്ത് വീടിന്റെ എല്ലാ ജനലുകളും വാതിലുകളും അടച്ച ശേഷം ഈ പുക എല്ലാ മുറികളിലും, പ്രത്യേകിച്ച് അലമാരയുടെ പിന്നിലും കട്ടിലിനടിയിലും എത്തിക്കുക. ഈ പുക ഏൽക്കുമ്പോൾ ആ അദൃശ്യ ശക്തികൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അവ ശ്വാസം മുട്ടി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടും. 10 മിനിറ്റിന് ശേഷം എല്ലാ ജനലുകളും തുറന്നിടുക. ആ നെഗറ്റീവ് എനർജി പുകയോടൊപ്പം നിങ്ങളുടെ വീട് വിട്ടുപോകും. പരിഹാരം 3. ശബ്ദതരംഗ വിദ്യ. ശബ്ദം വെറുമൊരു കേൾവിയല്ല, അത് ഊർജമാണ്. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നു, ശുദ്ധമായ ശബ്ദതരംഗങ്ങൾക്ക് ഭൗതിക വസ്തുക്കളെ പോലും സ്വാധീനിക്കാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ വീട്ടിൽ ശംഖ് മുഴക്കുക. ശംഖ് ലഭ്യമല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള മന്ത്രങ്ങളോ, ഉദാഹരണത്തിന് ഓം മന്ത്രം അല്ലെങ്കിൽ ടിബറ്റൻ സിംഗിങ് ബൗൾ ശബ്ദമോ ഉച്ചത്തിൽ വയ്ക്കുക. ഈ ശബ്ദതരംഗങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചുവരുകളിലും മൂലകളിലും തങ്ങി നിൽക്കുന്ന നെഗറ്റീവ് ആറ്റങ്ങളെ തകർത്തു കളയും. പ്രകാശം വരുമ്പോൾ ഇരുട്ട് മായുന്നത് പോലെ ശരിയായ ശബ്ദം വരുമ്പോൾ നെഗറ്റിവിറ്റി മാഞ്ഞു പോകും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിച്ചത് വെറും കഥകളല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി ആചാര്യ ചാണക്യൻ കൈമാറി വന്ന അതിശക്തമായ മുന്നറിയിപ്പുകളാണ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ സുരക്ഷിത സ്ഥാനമാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം. പക്ഷേ ഓർക്കുക, ഇരുട്ടിന് വാതിലുകൾ ആവശ്യമില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ആ 5 ലക്ഷണങ്ങൾ, അകാരണമായ ദുർഗന്ധം, മൃഗങ്ങളുടെ കരച്ചിൽ, താപനിലയിലെ മാറ്റം, നിഗൂഢ ശബ്ദങ്ങൾ, കലഹങ്ങൾ, ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇന്ന് അനുഭവപ്പെട്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ മുറിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ആ തണുപ്പ് വെറും കാറ്റാണോ, അതോ ആരെങ്കിലും നിങ്ങളെ തൊട്ടുപോയതാണോ? ഭയപ്പെടരുത്, പക്ഷെ ജാഗ്രത കൈവിടരുത്. ഇന്ന് ഞാൻ നൽകിയ ആ 3 പരിഹാരങ്ങൾ, കല്ലുപ്പ് വിദ്യയും അഗ്നിശുദ്ധിയും ശബ്ദതരംഗങ്ങളും, ഇന്ന് രാത്രി തന്നെ പരീക്ഷിച്ചു തുടങ്ങുക. നിങ്ങളുടെ വീട്ടിൽ നടന്ന അവിശ്വസനീയമായ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഓരോ വാക്കും മറ്റൊരു കുടുംബത്തിന് ജാഗ്രത നൽകിയേക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കും അനുഭവങ്ങൾക്കും ചാണക്യനീതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ മറുപടി നൽകുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് ഇതിലും ഭയാനകമായ മറ്റൊരു സത്യമാണ്. നിങ്ങളുടെ വീടിന് ആരോ ആഭിചാരമോ കരിങ്കണ്ണോ ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള 3 രഹസ്യവിദ്യകൾ. അത് നിസ്സാരമായി കാണരുത്. ആ വീഡിയോ കാണാൻ ധൈര്യമുള്ളവർ മാത്രം നമ്മുടെ ചനക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. മറക്കരുത്, പ്രകാശം പരക്കുന്നതുവരെ നിങ്ങളുടെ വിളക്ക് അണയാതെ നോക്കുക. നിങ്ങൾ ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ കട്ടിലിനടിയിൽ എന്തോ ഒന്ന് അനങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.